ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പവിത്രം എപ്പിസോഡ് 2 ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യമായി ചാനൽ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ആശുപത്രിയിൽ വേദിയും കൂട്ടുകാരിയും ഡോക്ടറിനെ കാണാനിരിക്കുന്നതാണ്. ഡോക്ടർ വേദിയെ ചെക്ക് ചെയ്തിട്ട് പറയുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല, 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഡേറ്റ്, അതുവരെ നിൽക്കേണ്ട, അഡ്മിറ്റ് ആയേക്കാം. വേദയ്ക്ക് ഒരു പ്രശ്നവുമില്ല, ഓക്കെയാണ്, നോർമൽ ഡെലിവറി ആയിരിക്കും എന്ന് ഡോക്ടർ പറയുന്നു. അങ്ങനെ അഡ്മിറ്റ് ആക്കാനുള്ള തീരുമാനമെടുക്കുന്നു. ട്വിൻ ഷെയറിംഗ് റൂമിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെയാണ് തരുൺ അയ്യരുടെ ഭാര്യയും അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ ഒരു മലയാളി നേഴ്സിനെ വിളിച്ച് റൂമിലേക്ക് അയക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നു. പോകുന്ന വഴി മരുന്ന് മേടിക്കാനായി സുഹൃത്തായ ശ്രേയ പോകുമ്പോൾ വേദ നേഴ്സുമായി സംസാരിക്കുന്നു. അങ്ങനെ തരുൺ അയ്യറിനെ പറ്റിയും രാധികയെ പറ്റിയും എങ്ങനെയാണ് അവർ ആശുപത്രിയിൽ വന്നത് എന്നൊക്കെ ആ വായാടി നേഴ്സ് പറയുന്നു. അവസാനം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബെഡിനടുത്തുള്ള ഒരു ബട്ടണുണ്ട്, അത് പ്രസ് ചെയ്താൽ മതി, ആളെ അയക്കാം എന്ന് പറഞ്ഞ് നേഴ്സ് പോകാൻ തുടങ്ങുമ്പോൾ വേദ നേഴ്സിനോട് പേര് ചോദിക്കുന്നു. അരുണ ജ്യോതിലാൽ എന്നാണ് പേര്, എന്നാൽ അവൾ തന്നെ വിശേഷിപ്പിക്കുന്നത് അരുണ ചട്ടർ ബട്ടർ എന്നാണ്. വേദയ്ക്കൊരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് ചോദിച്ചു, അതെന്താ? അപ്പോൾ അവൾ പറഞ്ഞു, താനൊരു വായാടി ആയതിനാൽ എല്ലാവരും അവളെ അങ്ങനെയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നേഴ്സ് പോകുന്നു. ശേഷം റൂമിൽ ഒറ്റയ്ക്കായ വേദ വിക്രത്തെ പറ്റിയും അവരുടെ പഴയകാല സ്നേഹത്തിന്റെ ഓർമ്മകളെ പറ്റിയും ഒക്കെ ചിന്തിച്ച് സങ്കടപ്പെടുന്നു. വിക്രം കുട്ടികളെ പറ്റിയും ഗർഭിണിയായിരിക്കുമ്പോൾ വൈറൽ ചെവി ചേർത്ത് വെച്ച് കുട്ടിയോട് സംസാരിക്കുന്നതിനെ പറ്റിയുമൊക്കെ അതൊക്കെ ക്ലീശയാകുമോ എന്നൊക്കെ വേദയോട് ചോദിക്കുന്നത് വേദ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൂട്ടുകാരിയായ ശ്രേയ മരുന്നും വാങ്ങിക്കൊണ്ട് റൂമിലേക്ക് വരുന്നത്. ശ്രേയ വേദയോട് ചോദിക്കുന്നു, എന്തിനാണ് നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ സങ്കടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് കരയുന്നത്? അപ്പോൾ വേദ പറയുന്നു, ഞാൻ സങ്കടപ്പെട്ടാണ് കരഞ്ഞതെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഇത് ആനന്ദ കണ്ണീരാണ്. ഞാനും വിക്രവുമായി 1 വർഷക്കാലമേ ജീവിച്ചിട്ടുള്ളൂ. അതും ആദ്യമൊക്കെ ഗുണ്ടയും തെമ്മാടിയുമായ ഒരാളോട് വെറുപ്പായിരുന്നു, പിന്നെ എപ്പോഴും അത് സ്നേഹമായി. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ലാലേട്ടൻ്റെ പഴയൊരു സിനിമയാണ് ഓർമ്മ വരുന്നത്. ചിത്രം നീ കണ്ടിട്ടുണ്ടോ? അപ്പോൾ കൂട്ടുകാരി ചോദിക്കുന്നു, ചിത്രം സിനിമ കാണാത്ത ഏത് മലയാളിയാണുള്ളത്? അപ്പോൾ വേദ വിശദീകരിക്കുന്നു, അതിൽ രഞ്ജിനി മോഹൻലാലിനെ കൂടി ഊണ് കഴിക്കാനായി വിളിക്കാൻ നെടുമുടി വേണിയോട് പറയുന്നൊരു സീനുണ്ട്. അങ്കിൾ ഊണ് കാലമായി വരും, അയാളെ കൂടി വിളിച്ചോളൂ എന്ന്. അപ്പോൾ നെടുമുടി വേണു നേരത്തെ അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്ന് ഓർക്കും. പല ഘട്ടത്തിലായി അവരുടെ സ്നേഹം വളർന്നു, എങ്ങനെയാണ് എന്നതൊക്കെ ഓർക്കും. അയാൾ എന്നുള്ള വാചകം പിന്നെ വിഷ്ണുവും പുള്ളിക്കാരനുമൊക്കെ ആയതോർക്കും. ഗുണ്ടയും തെമ്മാടിയുമായിരുന്ന ഒരാളോട് ആദ്യമൊക്കെ പകയും വെറുപ്പുമായിരുന്നു, പിന്നെ അത് ദേഷ്യമായി, പിന്നെ സഹതാപമായി, പിന്നെ സൗഹൃദമായി, പിന്നെ അത് കുസൃതിയായി, അതിനുശേഷം അങ്ങേയറ്റം പ്രണയമായി. അങ്ങനെ കഴിഞ്ഞ 1 വർഷക്കാലത്തെ പറ്റി കൂട്ടുകാരിയോട് വേദ പറയും. കൂട്ടുകാരി ആശ്വസിപ്പിക്കും, നിന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, നിന്റെ അടുത്ത് ഇരിക്കാൻ എന്നെ കൊണ്ട് ഇന്ന് പറ്റില്ല, നൈറ്റ് ഷിഫ്റ്റ് ആണെന്ന് അറിയാമല്ലോ, ഒഴിവാക്കാൻ ഞാൻ കുറേ ശ്രമിച്ചു, പറ്റിയില്ല എന്നും പറഞ്ഞ് വേദയോട് യാത്ര പറഞ്ഞ് മരുന്നുകളും കൊടുത്തിട്ട് ഇറങ്ങാൻ നേരം വേദ അവളോട് പറയും, കോളേജിലായിരുന്ന സമയത്ത് ഒത്തിരിയൊന്നും നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടോ സൗഹൃദമോ ഇല്ലായിരുന്നു, പക്ഷെ എനിക്കൊരാവശ്യം വന്നപ്പോൾ നീ മാത്രമേ ഉള്ളായിരുന്നു, എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് എന്ന്. അപ്പോൾ കൂട്ടുകാരി പറയും, അൺകണ്ടീഷണൽ ലവ്, അതായത് ഉപാധിയില്ലാത്ത സ്നേഹം. അത് അച്ഛനമ്മയിൽ നിന്നോ മക്കളിൽ നിന്നോ ഭർത്താവിൽ നിന്നോ കൂടപ്പിറപ്പിൽ നിന്നോ ഒന്നുമല്ല. അവരൊക്കെ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഇതൊന്നുമില്ലാത്ത സ്നേഹം സൗഹൃദത്തിലാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ശ്രദ്ധിക്കണം, ആ മലയാളി നേഴ്സിനോട് പോലും ഒന്നും വിട്ടു പറയണ്ട, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന മുന്നറിയിപ്പ് കൊടുത്തിട്ട് കൂട്ടുകാരി പോകുന്നു. അപ്പോൾ വേദ പിന്നെയും വിക്രത്തെക്കുറിച്ച് ഓർക്കുന്നു. മറുഭാഗത്ത് വിക്രമാകട്ടെ ജയിലിൽ കണ്ണീരോടെ കഴിയുന്നു. വിക്രം കൂടെയുള്ള രാഘവൻ എന്ന ഒരു ജയിൽ പുള്ളിയോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. രാഘവേട്ടൻ വന്ന് വിക്രത്തോട് ചോദിക്കുന്നു, ഒത്തിരി നാളെ ജയിലിൽ കിടക്കുന്ന ആൾക്കാർ ഒഴുക്കിനൊപ്പം നീന്തുന്നത് പോലെ ഇവിടുത്തെ ജീവിതത്തോട് സിങ്ക് ആകും, പക്ഷെ നീ മാത്രം എന്താ ഇങ്ങനെ? വിക്രം രാഘവേട്ടനോട് പറയുന്നു, ഞാൻ ആദ്യമായല്ല ജയിലിൽ കിടക്കുന്നത്, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. നേരത്തെ കിടക്കുന്നത് ഒരിക്കലും ഇവിടുന്ന് പോകണ്ട എന്ന് ഉറപ്പിച്ചുകൊണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എല്ലാവരുടെയും കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാനും അവളോടൊപ്പം എല്ലാം ഉപേക്ഷിച്ച് ജീവിക്കാനും എന്നൊക്കെ ഉറപ്പിച്ച സമയത്താണ് ഇത്. രാഘവേട്ടൻ അവനെ ആശ്വസിപ്പിക്കുന്നു. ചക്ക കെട്ടിയ പശുവിൻ്റെ പോലെയാണ് ജീവിതം. ചിലപ്പോൾ ആ പശു നിന്നു പോകും, ചിലപ്പോൾ ആ പശു കയറ് പൊട്ടിച്ചുകൊണ്ട് ഓടും. നമുക്ക് പുറകെ പോയി അതിനെ വേണേൽ പിടിക്കാൻ പറ്റുമായിരിക്കും, ചിലപ്പോൾ പിടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഏതാണ്? ആ പശു ഒന്ന് നിന്നുപോയി എന്ന് വിചാരിക്കുക. സമയം വരുമ്പോൾ അത് പിന്നെയും നടക്കാൻ തുടങ്ങും. നീ എന്തിനാണ് അതോർത്ത് സങ്കടപ്പെടുന്നത്? നിന്റെ ജീവിതത്തെപ്പറ്റി തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ വിക്രം പറയുന്നു, എല്ലാത്തിനും ഞാനാണ് കാരണം. ശ്രീകാന്തിന് മറ്റൊരു പെണ്ണിനോട് ബന്ധമുണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ ഇത് ഏട്ടത്തിയോടും ആരോടെങ്കിലും പറയേണ്ടതായിരുന്നു. എൻ്റെ എടുത്തുചാട്ടവും തക്ക സമയത്ത് പ്രവർത്തിക്കാത്തതുമായിട്ടുള്ള സ്വഭാവമാണ് എല്ലാത്തിനും കാരണം.
ജീവിതം അവസാനിപ്പിക്കാനിരുന്ന എന്നെ ശ്രീനി സാറാണ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. പിന്നെ ജീവിതത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്നും ഓരോ പ്രശ്നങ്ങളിൽ നിന്നും ഒരു കാവൽ മാലാഖയെ പോലെ വേദ രക്ഷിച്ചു എന്നൊക്കെ വിക്രം പറയുന്നു. ഞാൻ ഒറ്റയ്ക്കായി പോയി എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന വിക്രത്തെ രാഘവേട്ടൻ സമാധാനിപ്പിക്കുന്നു. മറുഭാഗത്ത് ഹോസ്പിറ്റലിൽ വേദയുടെ റൂമിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുന്നു. ആ സ്ത്രീ കരയുന്നത് കാണുന്ന വേദ എത്തി നോക്കുന്നു. അപ്പോഴാണ് വേദയെ അവർ കാണുന്നത്. പുതിയ അഡ്മിഷനാണോ എന്നൊക്കെ ചോദിക്കുന്നു. മലയാളിയാണെന്ന് മനസ്സിലായപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. ഭർത്താവും ബന്ധുക്കളുമൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് പുറത്താണെന്ന് പറഞ്ഞ് വേദ ഒരു വിധത്തിൽ ആശ്വാസം നേടുന്നു. അപ്പുറത്ത് കിടക്കുന്ന പേഷ്യൻ്റ് രാധികയുടെ അമ്മായിയമ്മയാണ് ഈ സ്ത്രീ. രാധികയ്ക്ക് 8 മാസമാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ബ്ലീഡിങ് ഇപ്പോൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ നടത്തി കുഞ്ഞിനെ പുറത്തെടുക്കണമെന്നും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും ഒക്കെ ഡോക്ടർ പറയുന്നു. അതോർത്ത് ടെൻഷൻ അടിക്കാനല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാധികയുടെ മുന്നിൽ ഞാൻ ധൈര്യമൊക്കെ കാണിച്ച് പിടിച്ചു നിന്നു. പക്ഷെ പെട്ടെന്ന് റൂമിലേക്ക് വന്ന് ഒറ്റയ്ക്കായപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിലും ഒറ്റയ്ക്കാകുമ്പോഴല്ലേ നമുക്ക് സഹിക്കാൻ പറ്റാതാകുന്നത് എന്ന് പറയുന്നു. ഇത് പറയുമ്പോൾ വേദിയുടെ മുഖത്തും വല്ലാത്ത സങ്കടം കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ റിസൾട്ട് ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അന്ന് എടുക്കാനായി വന്നതാണ്. പോയി ഡോക്ടറെ കാണിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ആ സ്ത്രീ പോകുന്നു. മറുഭാഗത്ത് ശ്രീകാന്തും കൂട്ടാളികളും കൂടെ സംസാരിക്കുന്നു. ഡൽഹിയിൽ ഏതോ ഭാഗത്ത് എവിടെയോ അവളുണ്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾ അവളെ കണ്ടെത്തണം. ഡൽഹിയിൽ എൻ്റെ ആൾക്കാരുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് അവളെ കണ്ടെത്തണം. ഏതെങ്കിലും ആശുപത്രിയിൽ അവൾ കാണും. എന്തായാലും ഈ അവസ്ഥയിൽ അവൾക്ക് ആശുപത്രിയിൽ എത്തിയേ പറ്റും. അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. എല്ലാ ഹോസ്പിറ്റലിലും ഗൈനക്കോളജി സെക്ഷനിൽ നോക്കണം. ചിലപ്പോൾ കള്ളപ്പേരിലായിരിക്കും. അതുകൊണ്ട് ആളെ നേരിട്ട് കണ്ട് ഉറപ്പുവരുത്തണം. എല്ലാം അപ്പം എന്നെ വിളിച്ചറിയിക്കണം. അവിടെ വേറെ ആൾക്കാരെ ഞാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കുള്ള നിർദ്ദേശങ്ങളും നിങ്ങൾ തന്നെ കൊടുക്കണം. എല്ലാം പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അവരെ അയക്കുന്നു. അങ്ങനെ ഡൽഹിയിൽ ഏർപ്പെടുത്തിയ എല്ലാവരും കൂടെ ഓരോരോ ഹോസ്പിറ്റലുകളിലായി കയറി വേദയുടെ ഫോട്ടോ ഉൾപ്പെടെ കാണിച്ച് അന്വേഷണം ആരംഭിക്കുന്നു. മറുഭാഗത്ത് വേദയാണെങ്കിലും ഹോസ്പിറ്റലിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ആലോചിച്ചിരിക്കുന്നു. അങ്ങനെ ഇതാ അവർ വേദയുള്ള ഹോസ്പിറ്റലിലും എത്തി. ഇതോടുകൂടി 2ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗത്തിനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.